സീമ ചേച്ചി, ഇവിടെ ഇങ്ങനെ ഓടുന്ന ഫോട്ടോകളില് ഞാൻ പെട്ടെന്ന് നോക്കുമ്പം സീമ ചേച്ചിയുടെ വിവാഹ ഫോട്ടോയില് സീമ ചേച്ചിയുടെയും ശശാറിന്റെയും നടുക്ക് ഒരു സിമ്പിളൻ ചെറുക്കൻ ഇൻഷർട്ടൊക്കെ ചെയ്ത് ഷെയ്ഖാൻ്റെ കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചോരത്തിളപ്പോട് കൂടി നിൽക്കുന്ന രവീന്ദ്രനായിരിക്കും അല്ലേ? അയാളാ ഇടയ്ക്ക് കേറുന്നത്. എന്നാ ഇടയ്ക്ക് കയറാൻ പോവാണ്. നിരവധി ചിത്രങ്ങളിൽ നായകനായും വില്ലനായും സിനിമയുടെ സമസ്ത മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിലൊക്കെ തുടങ്ങിയ ഡിസ്കോ, നമ്മൾ ഈ ഫ്ലോറിൽ നിന്ന് കളിക്കുന്ന ഡിസ്കോ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കേരളത്തിലേക്ക് കപ്പൽ കയറ്റി കൊണ്ടുവന്ന ഒരാളാണ്. വളരെ വൈബ്രന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. സ്നേഹത്തോടെ ഓർമ്മയിൽ നിന്നും IV ശശി എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിനേതാവ് ശ്രീ രവീന്ദ്രൻ. ഈ ശശിയേട്ടനല്ലേ സിനിമയിലേക്ക് കൊണ്ടുവന്നത്? മലയാളത്തില് എന്റെ ഒരുതലാകം റിലീസായ സമയം. അപ്പോൾ ഒരുതലാകം റിലീസായി നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് പാവമണിയുടെ അവർ വന്ന് എന്നെടുത്ത് മീറ്റ് ചെയ്ത് പറഞ്ഞത് അങ്ങനെ ശശിയേട്ടൻ്റെ ഒരു പടമാണ് ഒറ്റയായെന്ന് പറഞ്ഞ നോവല്, പ്രഭാകരൻ പുത്തൂരിൻ്റെ അശ്വരഥം. അതിനുശേഷം എനിക്ക് തോന്നുന്നു രവിയേട്ടന് ഇടനിലങ്ങൾ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, രംഗം എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അഭയം തേടി, കരിമ്പിൻ പൂവിനക്കരെ, കുറെ പടമുണ്ട് നിങ്ങൾ. അതെ, എന്നാലും കുറെ പടമുണ്ട് രവിയേട്ടന്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ആദ്യം ഞാൻ അഭിനയിക്കുന്നത് വന്നിട്ടുള്ളത് അശ്വരഥാണ്, ശശിയേട്ടൻ്റെ പടം. അങ്ങനെ മലയാളത്തിലേക്കുള്ള ഒരു എൻട്രി വെച്ചേക്കണേ. എനിക്കിതൊന്നും ശരിക്കും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ പോയിട്ട് ഒരു അബദ്ധം കാണിച്ചത്. വന്നിട്ട് സ്വന്തം എന്ന പദം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരിക്കൽ ശ്രീകുമാരൻ തമ്പി ഇങ്ങനെ കൈലാസ് എൻ്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ, അങ്ങനെ ഞാൻ പ്രിവ്യൂവിന് പോയതാണ് ചേംബറിൽ. അപ്പോൾ എന്നോട് പറഞ്ഞോടോ താൻ കാശ്മീർ വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ശരി ഞാൻ കാശ്മീർ പോരാം എന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല. ഒരു തരം റിലീസായ സമയത്താണ്. അപ്പം ഞങ്ങൾ നേരെ ചുമ്മാ കാശ്മീർ കാണാമല്ലോ എന്ന് വിചാരിച്ചൊരു ഗസ്റ്റ് അപ്പിയറൻസ് ഉള്ള ഒരു ഷോർട്ട് സിനിമയ്ക്ക് ഞാൻ പോയി. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാനൊരു ഹീറോ ആയിട്ട് അതിൻ്റെ ബുക്ക് ചെയ്ത് അഡ്വാൻസ് മേടിച്ച സമയമാണ്. ഏത് പടം? ഈ ഒറ്റയാൻ അശ്വരഥത്തിനകത്തേക്ക്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ പോയി തിരിച്ചു വന്നപ്പോൾ ശ്രീവതിയമ്മ അതിനകത്തുണ്ട്. നിങ്ങളുടെ ഹീറോ അവിടെ പോയി അഭിനയിക്കണമെന്ന് ഉടനെ എന്നെ ശശിയേട്ടൻ വിളിപ്പിച്ച്, നീ എന്ത് അവിടെ പോയി? ഞാൻ എനിക്കറിയാവോ ഇങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് വരാം. നിന്റെ കഴുകുട്ടി നിന്റെ ഞാൻ വന്നിട്ടൊരു ഹീറോ ആയിട്ട് അവിടെ അവതരിപ്പിക്കായിരുന്നല്ലേ, നീ അത് നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ആക്ച്വലി വന്നിട്ട് മഞ്ഞിലൊരിച്ച പൂക്കളത്ത് ഞാൻ പിന്മാറാൻ കാര്യം. അപ്പം ഞാൻ പറഞ്ഞ് ദേവസ്യേട്ടൻ എന്നെ കൊണ്ടുവന്നിട്ട് ഞാനും ശങ്കറും പോയി അഡ്വാൻസ് പിടിച്ചായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളില് മോഹൻലാലിൻ്റെ റോള്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലല്ലോ മോഹൻലാലിന്റെ വേഷത്തിന് രവിയേട്ടൻ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്. ദേവസ്യേട്ടനെ ഞങ്ങളുടെ അഡ്വരെ കൊണ്ടുപോയ. അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ എനിക്കിത് അറിയില്ല എന്താന്ന്. ഞാൻ ശശിയേട്ടനോട് പറഞ്ഞ്, ശശിയേട്ടൻ ഞാൻ വേറൊരു പ്രശ്നം കൊണ്ടിട്ടെന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്കറിയില്ലല്ലോ ഹീറോ ആയിട്ട്. അപ്പോൾ അന്ന് നല്ല റേറ്റ് തന്ന് ബുക്ക് ചെയ്തേക്കുവാണ് ശരിക്കും. എന്ന് പറഞ്ഞിങ്ങനെ നീ വേറെ ഒന്നും ചെയ്യാൻ. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞില്ലായിരുന്നു.